وقال نبينا وحبيبنا محمد صلى الله عليه وسلم خيركم من تعلم القرآن وعلمه صدق رسوله الكريم. സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ അനുഗ്രഹീതമായ സദസ്സിനെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ, അഭിവന്ദരായിരിക്കുന്ന സയ്യിദന്മാർ, സൗദി അറേബ്യയിലെ മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സിന്റെ പ്രതിനിധികളായ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ അസീസ്, ഷെയ്ഖ് സ്വാലിഹ് മുഹമ്മദ് അലി, മറ്റു ഈ അനുഗ്രഹീത സംഗമത്തെ ധന്യമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന പണ്ഡിത മഹത്തുക്കളെ, സ്നേഹഭാചനങ്ങളായിരിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഏവരും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. മഹാനായ ശൈഖുന ശംസുൽ ഉലമയുടെ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട ഈ നഗരി അല്ലാഹു ഇതുപോലെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൻ നഈമിൽ മുത്തറസൂലിന്റെ ചാരത്ത് ഒരുമിച്ചുകൂടാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തില് എന്നും രാജകുമാരന്മാരായിക്കൊണ്ട് സൂക്ഷിക്കുന്ന മഹാന്മാരായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, നവ്വറല്ലാഹു മർക്കദഹുമ, ആ മഹാന്മാരുടെ ദറജ അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം അവന്റെ സ്വർഗപ്പൂന്തോപ്പിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ നാമധേയത്തിൽ താഴേക്കോട് മേഖല സുന്നി മഹല്ല് ഫെഡറേഷന്റെ സാരഥികളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ പരിണത ഫലമായിക്കൊണ്ട് ഉയർത്തപ്പെട്ട ശിഹാബ് തങ്ങൾ ഇസ്ലാമിക് അക്കാദമിയുടെയും മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഹിഫ്ദുൽ ഖുർആൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിനാണ് ഇന്ന് നാം ഏവരും സാക്ഷ്യം വഹിച്ചത്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 1.5 വർഷക്കാലമായി സമൂഹത്തിന്റെ മുന്നിൽ മഹാന്മാരായിരിക്കുന്ന സയ്യിദന്മാരുടെ നാമധേയത്തിലുള്ള ഈ പദ്ധതിയെക്കുറിച്ച് നാം ഏവരും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നമ്മൾ ഏവരും പങ്കുവെക്കുന്ന ഒരു മഹൽ മജ്ലിസിൽ കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് 2012 ഫെബ്രുവരി മാസം 12-നാണ് സുന്നി മഹൽ ഫെഡറേഷന്റെ സാരഥികളൊക്കെ ഇങ്ങനത്തെ ഒരു സംഗതി ആലോചിക്കുന്നതിന്റെ മുമ്പായിക്കൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അഭിവന്ദനായിരിക്കുന്ന സാരഥി, ഈ മഹൽ സ്ഥാപനം ഇന്ന് ഈ സമൂഹത്തിനായിക്കൊണ്ട് സമർപ്പിച്ച സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആദ്യമായിക്കൊണ്ട് ഈ സ്ഥലം എടുക്കുന്ന, ഇന്ന് മനോഹരമായ ഈ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം എടുക്കുന്നതിന് വേണ്ടി പറയുകയും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അതിലേക്ക് ആദ്യമായി കൊണ്ട് ഒരു സംഖ്യ എന്ത് വകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സംഖ്യ നൽകുകയും ചെയ്ത വലിയ ഒരു സംഗതിക്ക് നാം ഏവരും സാക്ഷ്യം വഹിച്ചതിന്റെ പരിണിത ഫലമായി കൊണ്ട് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, 2012 മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒരു സംഖ്യ സുന്നി മഹൽ ഫെഡറേഷന്റെ അഭിവന്യരായിരിക്കുന്ന സാരഥികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഈ സ്ഥാപനം ഇത്രത്തോളം ദ്രുതഗതിയിൽ വളർന്ന് പന്തരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്താതെ കൊളുത്തിയെടുക്കാൻ സാധിക്കുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മഹാനായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അഭിവന്യനായിരിക്കുന്ന നായകൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അത്തിവാരമിട്ട് ഇന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ട് അങ്ങകല മദീന മുനവ്വറയിൽ ഉല്ലേഖനം ചെയ്ത അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതധവള ത്രിവർണ്ണ കുങ്കുമ പതാക വാനിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലയില് കേരളീയ മുസ്ലിം ഉമ്മത്തിന് മാതൃകയായ രീതിയിൽ, ലോക മുസ്ലിം ഉമ്മത്തിന് മാതൃകയായ രീതിയിൽ കേരളത്തിലെ മുസ്ലിമിന്റെ ഒരു കേരള മോഡൽ സൃഷ്ടിക്കുന്നതിൽ വളരെയധികം മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അഭിവന്യരായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നായകൻ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ഒരു വാക്ക് പറഞ്ഞതിന്റെ ആ ഒരു ബലത്തിൽ മാത്രമാണ് സുന്നി മഹൽ ഫെഡറേഷന്റെ പ്രവർത്തകർ മുന്നോട്ട് പോയത്. അൽഹംദുലില്ലാഹ്, 2013 ഡിസംബർ 5-ാം തീയതി ഇതിന്റെ ഔപചാരികമായ ശിലാസ്ഥാപനം മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയുണ്ടായി. ഞാൻ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു, സ്ഥലത്തിന് വേണ്ടി 3,75,000 രൂപ കൊടുത്തുകൊണ്ട് 12 സെന്റ് സ്ഥലം 47 ലക്ഷത്തിൽ പരം വരുന്ന സംഖ്യ കൊടുത്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ, രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരു ബിൽഡിംഗ് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ എന്നുള്ള ശങ്ക
അഭിമന്യരായിരിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹികൾക്കിടയിൽ പലപ്പോഴും പല മീറ്റിംഗുകളിലും അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും പാണക്കാട്ട് ദാറുൽ റഈമിൽ അഭിമന്യരായിരിക്കുന്ന സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് വന്യരായ തങ്ങളെ പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്, സ്ഥാപനമൊന്നും ഉയർന്നു കാണേണ്ടത് വളരെ ആഗ്രഹമാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹുമാ, ആ മഹാന്മാർ ഇവിടെ കൊളുത്തിവെച്ച ദീപം അത് കടാതിളക്കായിക്കൊണ്ട് സൂക്ഷിക്കാൻ സുന്നി മഹല്ല് ഫെഡറേഷന്റെ അഭിമന്യരായിരിക്കുന്ന സാരഥികളുടെ നേതൃത്വത്തിലായിക്കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ ഉയർന്നു വരണം തങ്ങളെ എന്ന് പറയുമ്പോൾ വളരെ സൗമ്യമായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി തലോടിക്കൊണ്ട് മഹാനായ പാണക്കാട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் പറയും, യാതൊരുവിധ പേടിയും കരുതണ്ട, യാതൊരുവിധ വിഷമവും കരുതണ്ട, അൽഹംദുലില്ലാ വിജയിക്കുമെന്ന് പറയും. ആ ഇരിക്കെയാണ് ബഹുമാനപ്പെട്ട പിലാക്കൽ അലി സാഹിബിന്റെ പിതാവ് മരണപ്പെടുന്നത്. അദ്ദേഹവും ആ കുടുംബവും വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി മഹാന്മാരായിരിക്കുന്ന തങ്ങന്മാരുടെ നാമധേയത്തിൽ നിർമ്മിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഞങ്ങളുടെ മരണപ്പെട്ടുപോയ പിതാവായ അലവി ഹാജിയുടെ പേരിൽ 20 ലക്ഷം രൂപ, ഒരു ഫ്ലോറിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള 20 ലക്ഷം രൂപ ഞങ്ങളെ സംഭാവനയായി കൊണ്ട് നൽകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും മരണപ്പെട്ടുപോയ അദ്ദേഹത്തിന്റെ പിതാവിന് അല്ലാഹു പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ 20 ലക്ഷം രൂപ മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ അടുക്കലേക്ക് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ശിലാസ്ഥാപന പ്രവർത്തന പരിപാടികൾ, ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തന പരിപാടികൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുവാനുള്ള ഒരു മനോധൈര്യം, ഒരാത്മവിശ്വാസം അവരിൽ നിന്നും നമുക്ക് ലഭിക്കുകയും മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ തന്നെ അതിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പുരോഗതിയിലേക്ക് നൽകുകയും മഹാനായ തങ്ങളവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അഭിമന്യനായിരിക്കുന്ന സുഹൃത്ത് തോട്ടാശ്ശേരി റഫീഖ് സാഹിബിന് ആ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലേക്ക് കരാറ് കൊടുക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാ വളരെ പെട്ടെന്ന് വളരെ ദ്രുതഗതിയിലായിക്കൊണ്ട് ഒരു 3 നിലകളിലായിക്കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പടുത്തുയർത്താൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രയാസം നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഖത്തറിലെ നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായി എല്ലാ കാര്യങ്ങളിലും നമുക്ക് നേതൃത്വം നൽകുകയും വേണ്ടവിധ സഹായങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഈസ സാഹിബ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരു വലിയ സംഖ്യ പ്രയാസം അനുഭവിച്ചു നിൽക്കുന്ന സമയത്ത് വലിയ ഒരു സംഖ്യ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു തരികയും മാത്രമല്ല ഖത്തറിലേക്ക് ഇതിന്റെ ഭാരവാഹികളെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ഖത്തറിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംഖ്യ ഈ മഹൽ സംരംഭത്തിലേക്ക് അദ്ദേഹം ഓഫർ ചെയ്തു. അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവസാനിച്ചില്ല, അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ഈ മഹാന്മാരായിരിക്കുന്ന തങ്ങന്മാരുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നുകരാനും പകരാനും വേണ്ടി ഇവിടെ വിദ്യ തേടിക്കൊണ്ട് ആ ദാഹിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുവാനും ആത്മീയപരമായി കൊണ്ടും ഭൗതികപരമായി കൊണ്ടുമുള്ള വിദ്യ നുകർന്നു നൽകുന്നതിന് വേണ്ടി അത് പകരാൻ വേണ്ടി അതിനാവശ്യമായ ഒരു വിപുലമായ ലൈബ്രറി, ഒരു റിസർച്ച് സെന്റർ കൂടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായ ഒരു വിപുലമായ ലൈബ്രറിയുടെ സംവിധാനം നേരിട്ട് മനസ്സിലാക്കുകയും ആ ലൈബ്രറിക്ക് ആവശ്യമായ മുഴുവൻ സംഗതികളും എന്റെ വക നൽകാമെന്നുള്ള ഒരു പ്രചോദനം കൂടി ബഹുമാനപ്പെട്ട ഈസ സാഹിബ് നമുക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, 2 വർഷം തികയുന്നതിന്റെ മുമ്പായിക്കൊണ്ട് തന്നെ 2.5 കോടി രൂപ ചിലവിൽ മനോഹരമായി ഇന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, വളരെ വളരെ സന്തോഷത്തോടുകൂടി പറയാൻ കഴിയും. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഈ കേരളത്തിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലും നമ്മുടെ ചങ്കില ചോരയായിരുന്ന കരളിന്റെ കഷ്ണമായിരുന്ന സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് പതിറ്റാണ്ടുകളോളം ആത്മീയപരമായി കൊണ്ട് നേതൃത്വം നൽകി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ വഫാത്തിന് ശേഷം ആർജവത്വത്തോടുകൂടി വളരെ അന്തസ്സോടുകൂടി ഈ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിച്ച പതിറ്റാണ്ടുകളോളം നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെയും നാമധേയത്തിലുള്ള ഖുർആൻ പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജും ഇസ്ലാമിക് അക്കാദമിയും ഇന്ന് കേരളത്തിലെ മറ്റേത് സ്ഥാപനത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് മഹാനായ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ തന്നെ പ്രഖ്യാപിച്ച മനോഹരമായിരിക്കുന്നു, വളരെ അഭിമാനമുണ്ട് എന്ന് മഹാനായ തങ്ങൾ പോലും പറഞ്ഞ ആ ഒരു പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ മഹാന്മാരുടെ ആത്മീയപരമായി കൊണ്ടുള്ള അവരുടെ പ്രത്യേകമായി കൊണ്ടുള്ള മേൽനോട്ടം ഇപ്പോഴും അതിലുണ്ട് എന്ന കാര്യം കൊണ്ട് തന്നെയാണ് നമുക്കിത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാ,
ഇതിന്റെ വിജയത്തിന് വേണ്ടി സൗദി അറേബ്യയിലേക്ക് നമ്മോട് കൂടെ നിന്ന മഹാനായ നൌഷാദ് ബാക്കവി, അതോടൊപ്പം തന്നെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സജീവമായി കൂടെ നിന്നുകൊണ്ട് നമ്മൾ കൂടെ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം, സൗദി അറേബ്യയിലെ ദമാമിലും അതേപോലെ തന്നെ റിയാദിലും ജിദ്ദയിലുമൊക്കെ യാമ്പുവിലുമൊക്കെ വളരെ വലിയതായിരിക്കുന്ന ഒരു ഭീമമായ സംഖ്യ ഈ സ്ഥാപനത്തിന് നൽകി. അതിന്റെ പ്രിയപ്പെട്ട റിയാദിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, സനൽ സാഹിബ് അടക്കമുള്ള ഖത്തറിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ജിദ്ദയിലെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അതേപോലെ തന്നെ അബുദാബിയിലെയും ദുബൈയിലെയും UAE തന്നെ മറ്റു എമിറേറ്റ്സുകളിലൊക്കെ വളരെ സജീവമായി കൊണ്ട് താല്പര്യത്തോടുകൂടി ഈ സ്ഥാപനത്തിന് വേണ്ടി അവരൊക്കെ കഠിനാധ്വാനം ചെയ്യുകയും അവരൊക്കെ പരിശ്രമിച്ചതിന്റെ, അവരൊക്കെ കഠിനാധ്വാനം ചെയ്തതിന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് ഇന്ന് അഭിമാനത്തോടുകൂടി ഈ സ്ഥാപനത്തെ നമുക്ക് ഉയർത്തുവാനും വളർത്തുവാനും സാധിച്ചു. ഞാൻ ദീർഘമായി കൊണ്ട് സംസാരിക്കുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് അതിന്റെ പൂർത്തീകരണമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് 40 വിദ്യാർത്ഥികൾക്ക് നമ്മളിവിടെ അഡ്മിഷൻ നൽകിയിരിക്കുകയാണ്. ആ 40 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. 250ഓളം വരുന്ന അപേക്ഷകളാണ് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജിലേക്ക് വന്നത്. അതിൽ നിന്നും വളരെ സെലക്ട് ചെയ്തുകൊണ്ട് നേരെ മുൻഗണനാക്രമത്തിൽ 40 വിദ്യാർത്ഥികളെയാണ് നമ്മളിവിടെ തെരഞ്ഞെടുത്തത്. നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം ആളുകൾ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരുന്നു ഒരഡ്മിഷൻ ആ സ്ഥാപനത്തിൽ ലഭിക്കുക എന്നത്. ക്ഷമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നതമായ പഠനത്തിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി കൊണ്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 40 വിദ്യാർത്ഥികളെ മാത്രം എടുക്കുന്നതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ നമുക്ക് ഓരോ വർഷവും അവിടെ ഒരുക്കി ചേർന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു 15 വർഷത്തെ വളരെ മനോഹരമായ ഒരു കോഴ്സാണ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ 15 വർഷത്തിന് ശേഷം മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അൽഹംദുലില്ലാഹ് ബഹുഭാഷാ പണ്ഡിതന്മാരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിന്റെ വചനങ്ങൾ പൂർണ്ണമായി കൊണ്ട് മനഃപ്പാഠമാക്കിക്കൊണ്ട് ആഴത്തിലുള്ള റിസർച്ച് നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ, ഈ ഉമ്മത്തിന് കരുത്തു പകരാൻ കഴിയുന്ന ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും പുരോഗതി നേടിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഈ സ്ഥാപനം കൊണ്ട് നമ്മൾ മുന്നിൽ വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് സ്ഥാപനം സന്ദർശിച്ചു. അൽഹംദുലില്ലാഹ് നമുക്ക് സ്ഥാപനത്തെ വളർത്തണം. ഞാൻ ഓരോ സമയത്തും വിസിറ്റ് ചെയ്യും. ആ വിസിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കോട്ടങ്ങൾ ഓർമ്മപ്പെടുത്തും. അത് മനസ്സിലാക്കിക്കൊണ്ട് കോട്ടങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇതിനെ വളർത്തണം, ഇതിനെ വിജയിപ്പിക്കണം, ഞാൻ മുന്നിലുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങളുടെ പുന്നാമന സന്തതി സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് കരുത്തു പകർന്നിട്ടുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കാരണവർ നമ്മുടെ അഭിവന്യനായിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പൂമരത്തണൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ മഹത്വം പറഞ്ഞു. ഇത് നമ്മുടെ വലിപ്പമല്ല പ്രിയമുള്ളവരെ, ഇത് മഹാനായ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ്, മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ്. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്ഥാപനം വളരുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ പിന്തുണയും പങ്കാളിത്തവും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴികളിലും ഉണ്ടാവണമെന്ന് പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഓരോ ഘട്ടത്തിലും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നാണയത്തുട്ടുകൾ നൽകിക്കൊണ്ട് തന്റെ കഴുത്തിലെയും കാതിലെയും സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു തന്നുകൊണ്ട് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ചു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുന്നത് അവൻ ഖുർആൻ പഠിക്കുന്നവനാണ്. പഠിക്കൽ മാത്രമല്ല, അവൻ പഠിപ്പിക്കുന്നവൻ കൂടിയാണെന്ന് ഷഫീഉൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ പരിശുദ്ധ റസൂലിന്റെ അധ്യാപനത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുന്നി മഹല്ല് ഫെഡറേഷന്റെ അഭിവന്ദനായിരിക്കുന്ന സാരഥികളുടെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ പഠിപ്പിക്കുന്നതിന് മാത്രമായിക്കൊണ്ട് മനോഹരമായ ഒരു സ്ഥാപനത്തെ ഉയർത്താനും വളർത്താനും നമുക്ക് സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാഹ് അതിനുവേണ്ടി ഓരോ നാണയത്തുട്ടുകൾ നൽകിക്കൊണ്ട് അതിനുവേണ്ടി ഓരോ സമയത്തും വിവിധ രീതിയിലുള്ള സഹായങ്ങൾ നൽകിയത് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന അഭിവന്യരായിരിക്കുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാകുമെന്ന് കൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഈ മഹത്തായിരിക്കുന്ന സംരംഭത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി 3 വർഷമാണ് ഹിഫ്ദിന്റെ കാലാവധി നമ്മൾ നിർണ്ണയിച്ചിരിക്കുന്നത്. 1
വർഷം അതിന്റെ റിപ്പീറ്റേഷനും, അങ്ങനെ 4 വർഷത്തെ കോഴ്സിലേക്ക് മുഴുവനായിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ₹1,00,000 ആ കാലയളവിലുള്ള മുഴുവൻ സംഖ്യയായ ഓരോ ₹1,00,000 ഈ മഹത്തായിരിക്കുന്ന സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തെ പഠന ചിലവായ 30,000 രൂപയും സംഭാവന ചെയ്തവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഈ മഹൽ സംരംഭത്തിന് അകമറിഞ്ഞുകൊണ്ട് സഹായിക്കണം, സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും മുന്നിൽ നിന്നാൽ മാത്രമേ ഇതൊരു കൂട്ടായ്മയുടെ പരിശ്രമത്തിന്റെ ഫലമായിക്കൊണ്ട് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചതാണ്. ഇത് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് 1, 2, 3 വ്യക്തികൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ടല്ല, മറിച്ച് മഹാന്മാരായിരിക്കുന്ന പാണക്കാട് സാദാത്യങ്ങളുടെ ഉപദേശങ്ങൾ, ആ ഒരു നിർദ്ദേശങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് ഒരു പറ്റം യുവാക്കളും അതിലുപരിയായിക്കൊണ്ട് സുന്നി മഹൽ ഫെഡറേഷന്റെ അഭിമന്യരായിരിക്കുന്ന സാരഥികളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച് വളരെ സജീവമായിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് ഈ വിജയം ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, മുഴുവൻ ആളുകളെയും ഈ മഹൽ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ വേണ്ടി പോകുന്നു. ബഹുമാനപ്പെട്ട അഭിമന്യരായിരിക്കുന്ന പണ്ഡിത മഹത്തുക്കള്, ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണ് അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദനായിരിക്കുന്ന സെക്രട്ടറിയും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ കൂടിയായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകള്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദനായിരിക്കുന്ന ഉപാധ്യക്ഷര്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദനായിരിക്കുന്ന ശൈഖുന MT അബ്ദുള്ള ഉസ്താദ് അവർകള്, അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്യരായ ഉസ്താദ് അവർകളാണ് പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിലേക്ക് ചേർത്ത 40 വിദ്യാർത്ഥികൾക്ക് പരിശുദ്ധമായ ഖുർആനിക വാക്യങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഈ ക്ലാസ് ഉദ്ഘാടനം ഔപചാരികമായി കൊണ്ട് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഈ മഹത്തായിരിക്കുന്ന സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ നഗരകാര്യ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട മഞ്ഞളാംകുഴി അലി സാഹിബ്, ടൂറിസം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട AP അനിൽകുമാർ സാർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെയും ഞാൻ ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദരായിരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇതിന്റെ കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു തന്നത് മുതൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പുന്നോമന സന്തതി ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഓരോ സമയത്തും ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, നമുക്ക് ഓരോവിധ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളിലും നമുക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വന്യരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരപൂർവ്വം ഞാൻ ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദനായിരിക്കുന്ന സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായ അഭിവന്ദനായിരിക്കുന്ന തങ്ങളവറുകള് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. വന്യരായിരിക്കുന്ന തങ്ങളവറുകൾ വിദേശത്ത് പോകുന്ന സമയത്തൊക്കെ ഓരോ പ്രതിനിധികളെയും വിളിച്ചുകൊണ്ട് പ്രത്യേകം ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളവറുകളുടെയും നാമധേയത്തിലുള്ള സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ വരുന്നുണ്ട്, വിജയിപ്പിക്കാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണമെന്ന് വളരെ താൽപര്യപൂർവ്വം ഓരോ ഘട്ടങ്ങളിലും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇടപെട്ടുകൊണ്ട് വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സയ്യിദ് ഹമീദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദനായിരിക്കുന്ന സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളവറുകൾ തിരക്കുകൾക്കിടയിലും സൗദി അറേബ്യയിലേക്ക് ഒരു 10 ദിവസം കൂടെ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഓരോ സ്ഥലത്തും ഈ സ്ഥാപനത്തിന്റെ മഹത്വവും സ്ഥാപനത്തിന്റെ പ്രസക്തിയും അറിയിച്ചുകൊണ്ട് തന്റെ വിലപ്പെട്ട സമയം മഹാന്മാരായിരിക്കുന്ന ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും പേരിലുള്ള ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളവറുകളെയും ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവന്ദരായിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ വിജയശില്പി, നമ്മുടെ എല്ലാമായ അഭിവന്ദരായിരിക്കുന്ന പ്രിയപ്പെട്ട ഈസ സാഹിബ് അവറുകള് ഖത്തറിൽ നിന്നും വളരെ സന്തോഷത്തോടുകൂടി നേരത്തെ തന്നെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഈസ സാഹിബ് ഞാൻ ആദരപൂർവ്വം ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മലപ്പുറം ജില്ലയുടെ സെക്രട്ടറി ജനറൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ പ്രൊഫസർ കൂടിയായ ശൈഖുന പി കുഞ്ഞാണി ഉസ്താദ് അവർകള് അല്ലാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരപൂർവ്വം ഞാൻ ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റിയാദിൽ അഭിവന്ദനായിരിക്കുന്ന സമദ് സാഹിബ് അടക്കമുള്ള ബഹുമാനപ്പെട്ട
നമുക്ക് എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകുന്ന പ്രിയപ്പെട്ട നാലകത്ത് സൂഫി സാഹിബ് അവറുകൾ, അഭിനന്ദനായിരിക്കുന്ന സയ്യിദ് OMS തങ്ങൾ അവറുകൾ തുടങ്ങി നമ്മുടെ ഈ മഹൽ സംഗമത്തിലേക്ക് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത അഭിനന്ദനായിരിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് KC അബ്ദുൽ ഖാദർ മുസ്ലിയാര്, ഇതിന്റെ ജനറൽ സെക്രട്ടറി ഓടി നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെട്ട ബഹുമാനപ്പെട്ട MK മുഹമ്മദ് ഹാജി, അഭിനന്ദനായിരിക്കുന്ന ട്രഷറർ PT ഖാലിദ് മാസ്റ്റർ അവറുകൾ, ബഹുമാനപ്പെട്ട IT മൊയ്തീൻ സാഹിബ്, AK ആലിപ്പറമ്പ്, ബഹുമാനപ്പെട്ട VP മൊയ്തുട്ടി മാസ്റ്റർ, മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹികളായ M ബാപ്പുട്ടി മുസ്ലിയാര്, AK കാസിം മരക്കാർ, A ജാഫർ ഫൈസി, ബഹുമാനപ്പെട്ട AK നാസർ മാസ്റ്റർ, ബഹുമാനപ്പെട്ട നാലകത്ത് സക്കീർ മാസ്റ്റർ, കാരയിൽ മണി സാഹിബ്, അഭിനന്ദനായിരിക്കുന്ന AK മുസ്തഫ സാഹിബ് അടക്കമുള്ള, അതോടൊപ്പം തന്നെ പുറത്തുനിന്നുകൊണ്ടും ഇതിനെ കഠിനാധ്വാനം ചെയ്യാൻ, ഇതിനെ വിജയത്തിലെത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത അഭിനന്ദനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പിലാക്കൽ അലി സാഹിബ് അവറുകള്, അഭിനന്ദനായിരിക്കുന്ന പൂതങ്കോടൻ മുഹമ്മദ് അലി സാഹിബ് അവറുകള്, ഈ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തന്നെ നമുക്ക് പ്രചോദനമേകിയത് അഭിനന്ദനായിരിക്കുന്ന വാപ്പുട്ടി സാഹിബിന്റെ ആദ്യമുള്ള ആ ഒരു പ്രത്യേകമായ വാക്കാണ്, പള്ളി ഞാൻ നിർമ്മിച്ചു തരാമെന്നുള്ള ആ ഒരു വാക്ക്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, സദക്കയെ സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോഴും ആ ബിൽഡിംഗിലേക്ക് ആവശ്യമായ മുഴുവൻ ഇലക്ട്രിക് വർക്കുകളും അദ്ദേഹമാണ്, ഇലക്ട്രിക് ഉപകരണങ്ങളും നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പൂതങ്കോടൻ ഹൈടെക്സ് വെഡിംഗ് കാസ്റ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ബഹുമാനപ്പെട്ട പൂതങ്കോടൻ മുഹമ്മദ് അലി സാഹിബ് അവർകളാണ്. അഭിനന്ദനായിരിക്കുന്ന മഹാരാജികയുടെ അഭിനന്ദനായിരിക്കുന്ന മാനേജിംഗ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അംസക്കുട്ടി ഹാജി, അദ്ദേഹത്തിന്റെ പുത്രൻ MT അബ്ദു ഹാജി അവർകള്, ബഹുമാനപ്പെട്ട ദമാം പ്രതിനിധി, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് സഹകരിച്ച ബഹുമാനപ്പെട്ട PT റസാഖ് സാഹിബ്, യൂനിസ് സലീം സാഹിബ്, അഭിനന്ദനായിരിക്കുന്ന പൊന്നേത്ത് ഉണ്ണീൻ സാഹിബ്, ജിദ്ദയിലെയും ദമാമിലെയും റിയാദിലെയും അബുദാബിയിലെയും ദുബായിലെയും ഖത്തറിലെയും മുഴുവൻ പ്രിയപ്പെട്ട പ്രതിനിധികളെയും ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ പ്രത്യേകം ക്ഷമിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അഭിനന്ദനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തറയിൽ റഹീം സാഹിബ് അവർക്കമുള്ള ധാരാളം ആളുകൾ ഈ മഹൽ സംഗമത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഞാൻ ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരിയായിക്കൊണ്ട് വളരെ താല്പര്യത്തോടുകൂടി ഈ സൗദി അറേബ്യയിലെ ബഹുമാനപ്പെട്ട ഹബീബ് ഫൈസി കോട്ടോപ്പാടം, ബഹുമാനപ്പെട്ട തെക്കൻ ബഷീർ സാഹിബ്, നമ്മുടെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് തുടക്കം കുറിച്ചു തന്ന ബഹുമാനപ്പെട്ട കൊടക്കാട് ഇമ്പിച്ചിക്കോയ തങ്ങൾ അവர்கள், അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഓരോ ഘട്ടത്തിലും വളരെ പ്രചോദനമേകിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വിദേശ പ്രതിനിധികള്, സൗദി മിനിസ്ട്രി ഓഫ് അഫയേഴ്സിലെ അഭിനന്ദരായിരിക്കുന്ന സാരഥികള്, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുക്രൻ ജസീലൻ ജമീലൻ للشيخ عبد العزيز والشيخ صلاح محمد علي من أرض المكرمة المملكة العربية السعودية. شارك في هذه الحفلة الافتتاحية للمجمع التذكار السيد محمد علي شهاب ومركز البحوث للتذكار السيد عمر علي شهاب، اللذان كانا نور الهداية وتاج السلامة في كل مجال الملامة والظلامة. ونرجو من سعادتكم الإعانة على هذا العمل الجزيل طوال الشهور الأعوام، وجزاكم الله خير الجزاء ووفاكم الله خير الوفاء. نرحبكم مع أداء الشكر من اللب القلب إلى هذه الحفلة الافتتاحية النيرة للأفضل التكريم والتعظيم. الله سبحانه وتعالى മുഴുവൻ ആളുകൾക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ കൂടിയ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ പ്രവർത്തകരെയും ഈ മഹൽ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഇതിന്റെ വിജയത്തിന് വേണ്ടി നാളുകളായിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട ഓരോ വളണ്ടിയേഴ്സും, അവരുടെ പേര് പറഞ്ഞാൽ വളരെയധികം ആളുകളുണ്ട്, ഒരു 100ഓളം വളണ്ടിയേഴ്സ് മാസങ്ങളായിക്കൊണ്ട് പാതിരാവിൽ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് മഹാനായ ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അവര് SLC പഠിക്കുന്നവരുണ്ട്, +2 പഠിക്കുന്നവരുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരെയും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ പ്രാർത്ഥനയുണ്ടാകും, ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പ്രാർത്ഥനയുണ്ടാകും. അതുതന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ വലിയ വിജയവും, അതുതന്നെയാണ് ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മെഹബൂബ് നാലകത്തടക്കമുള്ള മുഴുവൻ ആളുകളെയും സംഗമ
സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും മഹാനായ ശിഹാബ് തങ്ങളുടെയും ഉമർ അലി ശിഹാബ് തങ്ങളുടെയും ഈ സ്ഥാപനത്തെ നെഞ്ചേറ്റണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികള്, അതിന്റെ രക്ഷിതാക്കൾ യാതൊരുവിധ വിഷമവും കരുതരുതേ. അതൊക്കെ ഓരോ ഖളാ പ്രകാരമാണ്. അള്ളാഹു നിങ്ങളുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിജയം നൽകുമാറാവട്ടെ, ഉന്നത പഠന വഴികൾ കാണിച്ചു തരുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവർക്കും 1000 അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഴ സമയത്തും നമുക്ക് അനുഗ്രഹമായിക്കൊണ്ട് ഒരു നിലാവായിക്കൊണ്ട് നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയെ നൽകി അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം, സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കണം. അഭിവന്ദരായിരിക്കുന്ന ബാക്കവി ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്ഥാപനത്തിന്റെ വിജയശില്പിയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ പ്രൗഢമായ ഒരു പ്രഭാഷണം ഇന്ന് നടത്തുമെന്ന് അദ്ദേഹം വളരെ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഓരോ ലക്ഷം രൂപയാണ് ഓരോ വിദ്യാർത്ഥികൾക്ക് നമ്മൾ നിർണയിച്ചിരിക്കുന്നത്. അത് നൽകാൻ വേണ്ടി സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മലേഷ്യയിൽ പോയ സമയത്ത് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത ഹബീബ് ഫൈസി കോട്ടോപ്പാടം മലേഷ്യൻ പ്രതിനിധികളും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.